ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് നല്ല കഴുകിവാരിയെടുത്ത ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കണം. എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സാക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നാരങ്ങാനീര് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് എല്ലായിടത്തും ഇങ്ങനെ മസാല പിടിക്കുന്ന രീതിയിൽ വേണം യോജിപ്പിക്കാനായിട്ട്. നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ വേണം കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ മസാല പിടിക്കണം. ഇനി ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിനി ഇത് അടച്ച് വെച്ച് വെയിറ്റിട്ട് വേവിക്കാം. ആദ്യത്തെ വിസിലിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അത് കഴിഞ്ഞിട്ടുള്ളത് ലോ ഫ്ലെയിമിലിട്ട് ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 വിസിൽ അത്രത്തോളം എടുത്തിട്ടുണ്ട് ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇത് ഫസ്റ്റ് വിസിലിൻ്റെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു 5 വിസിൽ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനിത് ഇറക്കി. ഇതാണ്. ഇനി ഇത് വെള്ളം വറ്റിച്ചെടുക്കണം. ഇത് വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി കാണാൻ പോണത്. ഓക്കെ, ഇത് വെള്ളം വറ്റിച്ചെടുത്തു. ഇനി നമ്മളൊരു തവ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇട്ട് നന്നായിട്ടൊന്ന് ഇതാണ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ചെറിയ ഉള്ളി, സവാളയൊക്കെ ചേർക്കണം. ചെറിയ ഉള്ളി, അതുപോലെ തന്നെ സവാള ചേർത്തൊന്ന് ബ്രൗൺ വരെ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സവാള ഇടാൻ പോകുന്നുള്ളൂ കേട്ടോ, അതൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ഇത് തേങ്ങ നന്നായിട്ടൊന്ന് ഇതായിക്കൊണ്ടിരിക്കണേ. വാടി വന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സവാളയും ചേർക്കാവുന്നതാണ്. സവാള ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇത് ഇത്തിരി വേഗം അങ്ങോട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇച്ചിരി ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കണതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് വഴണ്ട് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് ഏകദേശം ആയിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ബീഫ് എടുത്ത്, ഓക്കെ, ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബീഫ് ഇടാറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബീഫ് ഇതാ നല്ല വെള്ളമൊക്കെ വറ്റിയ ബീഫൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഓൾറെഡി മസാലയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മസാല ഒന്നും ഇനി എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിക്കുക കേട്ടോ മൊത്തം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നമ്മുടെ ഇനി കുരുമുളക് പൊടി ഇത്തിരി മുമ്പിൽ നിൽക്കണം. അപ്പോൾ അത്യാവശ്യം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മളിത് നന്നായിട്ട് ഒരു നല്ല ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഓക്കെ, നമ്മുടെ അപ്പോൾ ഓൾറെഡി സെറ്റായിട്ടുണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.